വീണ്ടും തിരിച്ചു തോന്നുന്നു. വർക്ക്ഷോപ്പുകാരുടെ കൂടെ ഒരു ഓണർമാരിക്കില്ല, ഇതിൽ ഓണർ ഉണ്ട് നമ്മുടെ കൂടെ. നല്ല സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ യൂത്തിന് പറ്റിയത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നല്ല ഓട്ടങ്ങളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടാൻ റെഡിയാണ് വണ്ടി. ഓട്ടങ്ങളെ ഒരു പുതിയൊരു സംരംഭകനാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, ബസ്സിന്റെ കാര്യങ്ങളും ഒരുപാട് കാലത്തെ ഫ്രണ്ട്ഷിപ്പാണ്. എല്ലാവർക്കും നമസ്കാരം. വണ്ടിമച്ചാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മണ്ണാർക്കാടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നതാണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മാത്രമല്ല, അദ്ദേഹം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടിയായിരുന്നു. നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് അദ്ദേഹം ഈ വണ്ടി വരെ എടുക്കാൻ കാരണം, പ്രചോദനമായത്. ആൾ പക്ക ഒരു വണ്ടി സ്നേഹിയാണ്. ആൾ സൗദിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മുടെ വീഡിയോ ശരിയായിട്ട് കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം ഫസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ എന്നെ കൊണ്ടൊരു വീഡിയോ ചെയ്യിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്ന് അവർ വണ്ടി എടുത്തപ്പോൾ എന്നെ വിളിക്കുകയും ചെയ്തു. നമ്മൾ വീഡിയോ ചെയ്യാനായിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊക്കെ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇംപറേറ്ററാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി കേട്ടോ, നമ്മുടെ ഇഷാൻ. അപ്പോൾ ഇതിൻ്റെ ഓണറാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ സ്വന്തം ഒരു സുഹൃത്താണ് കേട്ടോ. അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇത് ഭാരത് ബെൻസിൻ്റെ ഷാസിയിൽ 1017 ഷാസിയിൽ വന്നിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ നമ്മളിത് ഒരു സ്പടികൻ ട്രാവൽസ് 1017 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ വേറെയും കുറേ വണ്ടികൾ ചെയ്തിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ ഭാരത് ബെൻസിൻ്റെ 1017 ധാരാളം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ ഈ ഭാരത് ബെൻസിൻ്റെ തന്നെ ഇംപറേറ്റർ മോഡൽ നമ്മളിതിന് മുന്നേ നമ്മൾ കൗണ്ടോടി ഓട്ടോഗ്രാഫിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്യാൻ പോയ സമയത്ത് ഈ ഒരു വണ്ടി അവിടെ ചേസ് ഇതിൻ്റെ ഷാസി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഏതാ വണ്ടി നമുക്ക് ഞാൻ അന്ന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സംശയമുണ്ട്, നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ചേസ് കൂടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന്. അപ്പോൾ അന്ന് വന്നിട്ടുള്ള ആ ചേസായിരുന്നു. വണ്ടി ബോഡി കെട്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. പക്ഷേ ഇതിൻ്റെ വർമാസിൽ സെറ്റ് വർക്കിനൊക്കെ ആയിട്ട് ഇവർ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ സെറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇറങ്ങിയത് അത് കഴിഞ്ഞിട്ട് 2 മാസമായി. ഇപ്പോഴാണ് ഇന്നലെയാണ് വണ്ടി ഇറങ്ങിയത്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ശനിയാഴ്ചയാണ്. അപ്പോൾ ഭാരത് ബെൻസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സൗണ്ടിൻ്റെ ഡിസ്റ്റർബൻസ് കുറച്ച് ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ടയർ അഴിക്കണതിൻ്റെ സൗണ്ടാണ്. അപ്പോൾ നമ്മളത് വേറെ ഈ മണ്ണാർക്കാടാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ടിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യം. പിന്നെ ലൈറ്റ് പോയി, അതിലാകെ ഇരുട്ടാവാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നല്ല വെളിച്ചുള്ളൊരു സ്ഥലമല്ലേ, അപ്പോൾ ഇവിടെ ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ സൗണ്ടാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ നേരത്തെ അവിടെ നിർത്തി വേറെ ഒന്നുമല്ല കേട്ടോ, സൗണ്ട് ഭയങ്കരമായിട്ട് കൂടി. അപ്പോൾ അതാണ് ഞാൻ അവിടെ നിർത്തിയത്. ടയർ ഊരുന്ന സൗണ്ടാണ്. അപ്പോൾ അത് ഇതിലെങ്ങനെ വരികയെന്ന് അറിയില്ല, നമ്മൾ വീഡിയോ ഇടുന്ന സമയത്തെ എഡിറ്റ് ചെയ്തിട്ട് ഇടുമ്പോൾ. അതാണ് ഞാൻ അവിടെ നിർത്തിയത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് നമുക്ക് ആദ്യം നോക്കാം അല്ലേ. അതിന് മുന്നേ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് മോഡൽ വണ്ടികൾ. ഇതാണ് നമ്മുടെ പുതിയ നമ്മുടെ
എന്താ പറയുക ഭാരത് ബെൻസിൻ്റെ 1017 ചേസിൽ നമ്മുടെ കൊണ്ടോട്ടി ഓട്ടോഗ്രാഫ്റ്റ് ബോഡി കിട്ടിയ ആ വണ്ടിയുടെ ഓവറോള് ആ ഫ്രഞ്ച് ലുക്ക് കാര്യങ്ങളൊക്കെ വരണേ കേട്ടോ. ഇഷാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ലിഷർ ലൈൻ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ ആ ഒരു പേര് ശരിക്കും വരണേ കേട്ടോ, ലിഷർ ലൈൻ. ഈ ലിഷർ ലൈൻ ആണ് ഇനി വരുന്ന വണ്ടികൾ. ഇവർക്ക് വേറെ കുറേ വണ്ടികൾ ഇനി വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ലിഷർ ലൈൻ എന്ന് പറഞ്ഞിട്ടാണ് ഇനി വരാൻ പോകുന്ന വണ്ടികളിലൊക്കെ പേരുണ്ടാവുക. ഇഷാൻ എന്ന് അദ്ദേഹത്തിൻ്റെ മോൻ്റെ പേരാണ്. അപ്പോൾ ഇഷാൻ എന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. മുകളിലായിട്ട് ഇഷാൻ എന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ക്ലസ്റ്റിയൽ ലാർമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിന് താഴെയായിട്ട് ഭാരത് ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, ഭാരത് ബെൻസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ താഴെയായിട്ട് ഇതാണ് ഇതിൻ്റെ, ഞാൻ പറഞ്ഞില്ല, ഇംബ്രേറ്റർ വണ്ടിയുടെ ഒരു ഓവറോള് അതിൻ്റെ ഒരു ഡിസൈൻ. കെപ്പല്ലയുടെ നമ്മൾ ആ ഒരു ഹെഡ് ലാമ്പ്സിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് അതിൻ്റെ ഈ ഒരു ഇതൊക്കെ വരണം, കണ്ടില്ലേ, 3 പോർട്ടഡ് ഹെഡ് ലാമ്പ്സ്, പിന്നെ പിന്നെ ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഡിസൈനൊക്കെ ഈ ടൈപ്പ് ഡിസൈനാണ് വന്നിട്ടുള്ളത്. നമ്മൾ അന്ന് കൊണ്ടോട്ടിയിൽ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതായിരുന്നു. പിന്നെ ഈ വണ്ടിക്ക് ഒരു ലോഗോ ഇവിടെ വരാണ്ട് കേട്ടോ, ബെൻസിൻ്റെ ലോഗോ വരാണ്ട്, അത് പിടിപ്പിച്ചിട്ടില്ല. പിന്നെ നമ്പർ പ്ലേറ്റ് പിടിപ്പിക്കാണ്ട്. ഞാനതിന് മുന്നേ വന്നിട്ട് വീഡിയോ എടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഇപ്പം നമ്മുടെ സുഹൃത്ത് ഇപ്പം തന്നെ തിരിച്ച് അവർ മറ്റേ സൗദിയിലേക്ക് പോകും. അപ്പോൾ അതിന് മുന്നേ അദ്ദേഹത്തിനെ കാണും ചെയ്യാൻ വെച്ചിട്ട് പോകുന്നത്. അപ്പോൾ ഇഷാൻ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി നല്ല രസമായിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ലൈറ്റ് വർക്ക് നമുക്ക് കാണണം, അതിന് വേണ്ടിയിട്ട് സന്ധ്യ നേരത്ത് വന്നേട്ടോ മണ്ണാർക്കാട്. അപ്പോൾ ഇതൊക്കെയാണ് ഓവറോൾ ലുക്ക് വണ്ടിയുടെ. പറഞ്ഞ് വീർപ്പിക്കണില്ല. നമ്മുടെ 2 സൈഡിൽ നമ്മുടെ കുമ്പിൻ്റെ മുകളിൽ മറ്റേ എന്താ പറയുക കസൂമുണ്ടൊക്കെ ചിറ്റിച്ചിട്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. സന്ധ്യ നേരത്ത് വണ്ടി കാണാനാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് ലുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. നമ്മുടെ ഹണികോം ഗ്രില്ലാണ്, 3 പോർട്ടഡ് ആയിട്ടുള്ള ഹണികോം ഗ്രില്ല്, അതുപോലെ തന്നെ ബോണറ്റ് ഹുഡ് കാര്യങ്ങളൊക്കെ. ഇത് ഇവിടെ ബ്ലാക്ക് അല്ല കൊടുത്തേക്കണം, ഇവിടെ ഒരു വൈറ്റ് കയറ്റിട്ട് വെച്ചേക്കണം കേട്ടോ. നന്നായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലേക്ക് പോവാം. ഈ ഒരു സൈഡിൽ വരികയാണെങ്കിൽ നമ്മുടെ ഡ്രൈവർക്ക് കയറുന്ന ആ ഡോറ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികൾക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, കുറേ മാറ്റങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം അനുസരിച്ചിട്ട് പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മാസമായിട്ട് ഇപ്പോൾ വീഡിയോ ചെയ്യാത്തതിൻ്റെ കാരണം കൂടി ഉണ്ട് കേട്ടോ. എനിക്ക് ലെങ്സ് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കബത്തിൻ്റെ ഒരു അസ്കിത കാരണം ഞാൻ കുറേ വർക്ക്ഷോപ്പ് വീഡിയോസൊക്കെ പോയിട്ട് ചെയ്തില്ല. അപ്പോൾ അതിൽ കുറേ നമുക്ക് ഒരു അലർജി പറ്റിയത്. അപ്പോൾ അത് ഒരു മാസം വീഡിയോ ചെയ്യാതെ റെസ്റ്റ് ആയിരുന്നു. അപ്പോൾ വീണ്ടും നമ്മൾ സജീവമാവുകയാണ്. അപ്പോൾ ഓവർ ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് സൈഡിൽ നിന്ന് വരുന്നത്. നല്ല അടിപൊളി രസമായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. ഇംബ്രേറ്റർ എന്നാണ് ഈ വണ്ടിയുടെ പേര്. ഇതിൻ്റെ മുകളിലുള്ള ഒരു ടൈപ്പ് മോഡൽ കൂടി ഉണ്ട് ഇവർക്ക്. പിന്നെ ഇത് ഇംബ്രേറ്റർ ACX എന്നാണ് ഈ മോഡലിൻ്റെ പേര്. പിന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ പുതിയ നിയമം അനുസരിച്ചിട്ട് കുറേ ബോഡി കോഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും നല്ലൊരു വീഡിയോ ഇപ്പോഴത്തെ ബോഡി കോഡ് എങ്ങനത്തെയാണെന്നൊക്കെ വേണ്ടപ്പോൾ അത് ഞാൻ വ്യക്തമായിട്ടൊരു വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ വണ്ടി ബോഡി കോഡ് അനുസരിച്ചിട്ട് കെട്ടിയിട്ടുള്ളൊരു കൊണ്ടോട്ടി ഓട്ടോഗ്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഇവിടെ വരുമ്പോൾ ആഡ് ബ്ലൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡീസൽ ഫില്ലിംഗ് സ്റ്റേഷൻ കാണാം. പിന്നെ ഇതിൻ്റെ 1017 ചേസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ലഗേജ് ബോക്സ് കാര്യങ്ങളൊക്കെ കാണുന്നത്. പിന്നെ അപ്പോൾ അതിലേക്ക് നമ്മൾ ഇനി എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന് മുന്നേ നമ്മൾ 1017 ചേസിൻ്റെ അതിൻ്റെ സ്പെക്ക് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അത് ഞാൻ ഇതിൽ ഇനി വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. സൈഡ് ലുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്. മുകളിൽ ജെടെക്കിൻ്റെ ആ യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടില്ലേ എന്ത് വലിപ്പത്തിലല്ലേ ആ യൂണിറ്റ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ യൂണിറ്റ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇഷാൻ എന്ന് പറഞ്ഞിട്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടി രസമായിരിക്കുന്നുണ്ട് കാണാനൊരു. പിന്നെ ഇത് ആൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് ഒരു ATP ആയിട്ട് ഇറക്കണം എന്നൊക്കെ ആയിരുന്നു, കളർ അടിച്ചിട്ട്. പക്ഷേ പിന്നീട് ആൾ വൈറ്റ് അടിച്ചിട്ട് തന്നെ നമ്മുടെ ബോർഡറൊക്കെ ഇട്ടിട്ട് തന്നെ വന്നു. ഈ ബോർഡർ ഇല്ലെങ്കിൽ തന്നെ കുറച്ചുകൂടി ഭംഗി കിട്ടില്ലേ വണ്ടിക്ക്. എന്തായാലും വണ്ടി നന്നായിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ 235-ൻ്റെ 75/6-17.5-ൻ്റെ ടയർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ചെറിയൊരു വീൽ കപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്കൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് ബാക്കിൽ നിന്നൊക്കെ ഒന്ന് പോയി നോക്കാം. പിന്നെ എമർജൻസി എക്സിറ്റ് കാര്യങ്ങളെല്ലാം. ഈ എമർജൻസി എക്സിറ്റൊക്കെ ഇപ്പോൾ നൈറ്റ് സർവീസ് വണ്ടികളൊക്കെ ഇപ്പോൾ റീസൺ സമയത്ത് കത്തണമെന്നറിയോ. അപ്പോൾ എമർജൻസി എക്സിറ്റിൻ്റെ ഒക്കെ ഗുണം ഇപ്പോഴാണ് ശരിക്കും ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിൽ ഇതാണ്. ഇപ്പോൾ ഈ ഒരു പോർഷനിൽ നമുക്ക് പോകുകയാണെങ്കിൽ ഭാരത് ബെൻസ് എന്നുകൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ തൊട്ട് മുകളിലായിട്ട് ഇഷ എന്നുകൊണ്ട് കാണാൻ സാധിക്കും. പിന്നെ ഒരു ചെറിയൊരു ഈ ഒരു ഇംബ്രേറ്ററിൻ്റെ ഒരു ഡിസൈനാണ്. ആ പാറ്റേൺ കണ്ടില്ലേ, ആ ഒരു ഭാഗത്തൊരു പാറ്റേൺ കണ്ട. ഈ ഒരു പാറ്റേൺ
ഇതൊരു പുതിയൊരു അവരുടെ ഡിസൈനാണ് കേട്ടോ. പിന്നെ ഇംപറേറ്റർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇഷാൻ ഇവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തോളൂ. അപ്പോൾ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. പുതിയ ഗ്രൂപ്പാണ്. അപ്പോൾ ഇവർ ഇനിയും വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തിട്ട് വരുന്നുണ്ട് മണ്ണാർക്കാട്. അപ്പോൾ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ശബരിമലക്കാരൊക്കെയാണ് വരുന്നത്. പിന്നെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പോകാൻ 8-10 ലക്ഷം രൂപയുടെ വർക്കൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പുതിയ ഗ്രൂപ്പാണ്, നമ്മുടെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ ആളെ പരിചയപ്പെടുത്തി തരാം. ഇതൊരു കുതിരപ്പുറത്ത് ഒരാളിരിക്കണമൊക്കെ നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്, നല്ല അടിപൊളി. നല്ല ഒരു ചെറിയൊരു വർക്ക് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ഥിരം പറഞ്ഞ പോലെ ഇവിടെ ഒരു ചെറിയൊരു ക്രോമിയാന്ന് തോന്നുന്ന രീതിയിലൊരു പെയിൻറ്റ് കൊടുത്തേക്കണേ. ക്രോമിയ അല്ല കേട്ടത്. പിന്നെ ഡിക്കി കാര്യങ്ങളൊക്കെ ഇനി തുറന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. ഞാൻ മുന്നിലുള്ളൊരു വീഡിയോയിൽ ഞാൻ ഡിക്കിയൊക്കെ തുറന്നിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മുകളിലായിട്ട് ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് 2 ടൈപ്പ് ക്യാമറ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അതെന്താണ് സംഭവം? 2 ടൈപ്പ് ക്യാമറ കൊടുത്തേക്കണേ. ഇഷാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇംപറേറ്റർ ACX. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് അകലേന്ന് കാട്ടിത്തരാം. അതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് കാര്യങ്ങളൊക്കെ അറിയണ്ട. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്ക് റിയർ പോർഷനും കാര്യങ്ങളൊക്കെ. ഇനി വണ്ടിയുടെ ഉള്ളിൽ കയറാം. നമുക്ക് ആ ഉള്ളിൽ കയറിയിട്ട് ബാക്കി പറയാം. ഈ സൈഡിൽ വരുമ്പോൾ ഇതൊക്കെ തന്നെ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനിയാണ് ഇവിടെ പറയാനുള്ളത്. ഇനി പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. പിന്നെ ഇവിടെയൊക്കെ ടൂൾ ബോക്സിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ നമുക്ക് സ്പേസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് സ്പെയർ വീലിൻ്റെ ഏരിയയാണ്. അപ്പോൾ 3 സ്പേസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ. സൈഡിൽ ഇഷാന്ന് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രണ്ടിലേക്ക് ഫ്രണ്ട് ഡോറ്, എയർ ഡോറ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത്രയ്ക്കൊക്കെയാണ്. ഇത് ഭാരത് ബെൻസ് ഷോറൂമാണ്. മണ്ണാർക്കാട് പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ഷോറൂമാണ് കേട്ടോ അത്. അപ്പോൾ വർക്ക്ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണ കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക്. അതിൻ്റെ ഈ വണ്ടിയുടെ റേസ് ചെയ്യുന്ന സൗണ്ടും ടയറിൻ്റെ ഇത് ഊറുന്ന സൗണ്ടൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എന്തായാലും നമുക്കിനി ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ, ഈ നേരത്തെ പറയണതെന്ന് വെച്ചാൽ ഈ വണ്ടി ഉള്ളിലത്തെ ആ വർക്ക് നമ്മുടെ ആ വർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ നേരത്ത് വന്നത്. അപ്പോൾ ഇരുട്ടായിരിക്കുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം. എന്നിട്ട് ഞങ്ങൾക്ക് ബാക്കി കാട്ടിത്തരാം. നമ്മളങ്ങനെ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയ അടിപൊളി മാസ്മരികമായിട്ടുള്ളൊരു ഇൻറ്റീരിയർ നമുക്ക് കാണാൻ സാധിക്കണം കേട്ടോ. ഇഷാൻ കൊണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ 34+1 35 സീറ്റ് വണ്ടിയാണിത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയേണ്ട കാര്യമായിരുന്നത് 35 സീറ്റ് വണ്ടിയാണ് ഇത് വരണേ കേട്ടോ. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിൽ ഇവിടെ ഒരു വലിയൊരു ബോക്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സിൽ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്ന പലരും തമ്മിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെയാണല്ലേ. പല ആൾക്കാർക്കും ഇത് ഇങ്ങനെയുള്ള ലൈറ്റ് കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല, പല ആൾക്കാർക്കും ഇഷ്ടമാണ്. പക്ഷേ ഇത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ലിമിറ്റേഷൻസ് വേണം. ലിമിറ്റേഷൻസ് ഇല്ലാത്ത രീതിയിൽ നമ്മളാവുമ്പോഴാണ് കുഴപ്പം. അപ്പോൾ അത് ആ നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഷോ കാണിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലേക്കൊന്നും നിൽക്കാതെ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു വിഷയമില്ല. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് AC ഇട്ടുണ്ട്, അതുകൊണ്ട് സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ലിമിറ്റ് വിട്ടിട്ട് വെറുതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്പോരുകളൊക്കെ വണ്ടി വെച്ച് കളിക്കുന്ന രീതിയായിരിക്കും. അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു പ്രവണതയാണ്. അങ്ങനെ വരുമ്പോൾ ടൂറിസ്റ്റ് ബസ് മേഖല ഓൾറെഡി തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുറച്ച് ആൾക്കാർ കാരണം ബാക്കിയുള്ള ടൂറിസ്റ്റ് ബസ് ഇതുകൊണ്ട് ജീവിക്കാമെന്ന് വിചാരിക്കുന്ന ആൾക്കാർ കുറച്ചുകൂടി തകരാറുള്ളൂ. അതുകൂടി ബാക്കി സമ്പൂർണ്ണമായിട്ട് ഇത് തകർന്ന് തരിപ്പണാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്നും പറയാനില്ല. അത് തകർന്ന് ഇരിക്കുന്ന സമയത്ത് പിന്നെ അവർ അനുഭവിക്കും സ്വന്തമായിട്ട്. അപ്പോഴാണ് പഠിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇതിന് മുന്നേ ഒരുപാട് MVD ഇഷ്യൂസ് കണ്ടിട്ട് എല്ലാവരും വാണിയും കിട്ടിയതാണ്. ഒരു 10 തവണയോളം നമുക്ക് ഇതിന് മുന്നേ വാണിയും കിട്ടിയിട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? അപ്പോൾ ഇനി വരുമ്പോൾ പഠിച്ചോളൂ. അപ്പോൾ ഈ വണ്ടി എന്തായാലും അത്യാവശ്യം ലൈറ്റും സൗണ്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. 10 ലക്ഷം രൂപയുടെ ലൈറ്റും സൗണ്ടും വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. നമ്മളിതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴാണല്ലോ നമുക്കുള്ള ഒരു സങ്കടങ്ങളും വിഷമങ്ങളും പറയാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. എല്ലാം ലിമിറ്റേഷൻസ് വേണം. അപ്പോൾ ഈ വണ്ടി ഇഷാൻ അത്യാവശ്യം നല്ല വർക്ക് ചെയ്താൽ നല്ല അടിപൊളി നല്ല സെറ്റ്. ഈ സാധനങ്ങളൊക്കെ ഞാൻ ലൈറ്റ് ഇപ്പോൾ ഇടിച്ച് കാട്ടിത്തരാം കേട്ടോ. ഇത് പർമാസിലാണ് സെറ്റ് വർക്ക് ചെയ്തേക്കണേ. ഈ കുറേ ബോക്സുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ TV കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. കർട്ടനൊക്കെ ഒരു റെഡ് കർട്ടനാണ് കാണാൻ സാധിക്കണേ. പിന്നെ അടിയിൽ ഇതുപോലെയാണ് ഇവരുടെ നമ്മളൊരു ഫുൾ വർക്ക് കഴിഞ്ഞൊരു വണ്ടി നമ്മൾ ഇപ്പോഴാണ് ചെയ്യണം അല്ലേ, ഈ കൊണ്ടോടി ഓട്ടോഗ്രാഫ്സിൻ്റെ. പിന്നെ ഇപ്പോൾ ഈ താഴെ വരുമ്പോൾ ഉണ്ട് 2 ലൈറ്റ്, അതുപോലെ ഏസിയുടെ വെൻറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനൊക്കെ ആയിട്ട് കാലൊക്കെ ഇപ്പോൾ സപ്പോർട്ട് സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും സ്പേസും ഉണ്ട്. അലുമിനിയം ഫിനിഷിങ്ങിലാണ് താഴേക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ കൊണ്ടോടിയിൽ നല്ല അടിപൊളി ബോഡിയാണ്. അപ്പോൾ
യാതൊരു സംശയമില്ല. സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുപോലത്തെ ലെതർ സീറ്റുകളാണ് വന്നേക്കണേ. ലെതർ അല്ല അല്ലേ, ലെതർ ഈ ഭാഗത്ത് ഇത് ലെതറാ തോന്നുന്നു. എന്നാലും സീറ്റ് നല്ല സീറ്റാണ്. നമ്മൾ മറ്റേ ഒരു കളർഫുൾ സീറ്റല്ല, നമ്മുടെ വോൾവോയിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു ബ്ലാക്ക് തീമിലുള്ള ടൈപ്പ് ഒരു സീറ്റാണ്. അവർ കൊണ്ടോട്ടിനെ ചെയ്യുന്ന സീറ്റാണെന്നാണ് പറഞ്ഞത്. പുഷ് ബാക്ക് സീറ്റുകളാണ് വരുന്നത്. 34 സീറ്റും പുഷ് ബാക്കാണ്. 44+1 വണ്ടിയാണ്. പുഷ് പാക്ക് ചെയ്യാനുള്ള സംഭവം, സ്വിച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂളറൊക്കെ അതാ ഇവിടെയാണ് വന്നേക്കണത്. ഇതാണ് കൂളർ നമ്മുടെ ഫ്രണ്ടിൽ. അത് ഇവിടെ ആണോ എനിക്ക് അറിയില്ല കേട്ടോ. അല്ല, ഇവിടെ തന്നെയാണ്, അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഇവിടെ തന്നെയാണ്. ഇഷാൻ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടല്ലോ കൊടുത്തേക്കണ് കാണാനായിട്ട്. ഇഷാൻ, മോളിലും ഇഷാൻ. പിന്നെ ഇത് ലേസർ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എമർജൻസി എക്സിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ട്യൂബ് ലൈറ്റുകൾ കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെയുള്ള ബോക്സുകൾ നമുക്ക് കുറേ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇത് ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വണ്ടി. പിന്നെ ഈ സൈഡിൽ ബർത്തിലൊക്കെ ഇതുപോലെ തന്നെ റെഡ്, വയലറ്റ്, ഗ്രീൻ കളറിലൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ സെറ്റ് വർക്ക് ചെയ്ത നല്ലൊരു ലക്ഷറി. അതായത് നിങ്ങൾക്കൊക്കെ ടൂർ, ട്രിപ്പ്, അതുപോലെ തന്നെ പിലിഗ്രീമോ എന്താണെങ്കിലും ഇതിൽ അടിച്ചു പൊളിച്ച് പോകാൻ. മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ചെറുപ്പളശ്ശേരി, പാലക്കാട് ഭാഗത്തുള്ള ഏരിയയിലത്തെ ആൾക്കാർക്ക് ധൈര്യമായിട്ട് ഈ വണ്ടി വിളിച്ച് ഒരു ട്രിപ്പ് പോകാട്ടോ. അതിൻ്റെ വാക്കാണ്. അപ്പോൾ അടിപൊളിയായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. നമ്മുടെ TV കൊടുത്തിട്ടുണ്ട്. പിന്നെ ചാർജിങ് പോർട്ടൽസ്, ഫയർ എക്സ്റ്റിംഗ്വിഷർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടല്ലോ കുതിരയുടെ ആ ഒരു ഫോട്ടോ, കുതിരച്ചേട്ടൻ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ നമുക്കേ നമ്മുടെ സഹോദരനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സുഹൃത്താണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. അപ്പോൾ ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സുഹൃത്താണെന്ന്. അപ്പോൾ അദ്ദേഹം ഈ വണ്ടിയിൽ ആദ്യം തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ആളെ നിന്ന് തുടങ്ങാം. ആളാണ് നമ്മുടെ ആദ്യം പരിചയപ്പെട്ട ആള് ഈ മണ്ണാർക്കാട് ഏരിയയിൽ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ പേര്? സൈഫുദ്ദീൻ. എനിക്കറിയാം, ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി ചോദിച്ചതാണ്. എന്താണ്, എങ്ങനെയാണ് ഇപ്പോൾ വണ്ടിയോട് ഇത്രയും ഒരു താല്പര്യം? വണ്ടിനോട് ചെറുപ്പം മുതൽ നല്ല താല്പര്യമാണ്. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ഒരു ബസ് എടുത്തതാണ്. ഭാരത് ബെൻസിൻ്റെ നല്ല കംഫോർട്ടുള്ള ബസ്സാണ്. പിന്നെ നല്ല ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നല്ല സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ യൂത്തിന് പറ്റിയത് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നല്ല ഓട്ടങ്ങളും ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഓടാൻ റെഡിയാണ് വണ്ടി. ഒരു പുതിയൊരു സംരംഭകനാണ്. അപ്പോൾ നമ്മൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യലുണ്ട്. ബസ്സിന്റെ കാര്യങ്ങളും ഒരുപാട് കാലത്തെ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഈ വണ്ടി വരുന്ന സമയം തൊട്ടേ ചോദിച്ചിട്ടുണ്ടായിരുന്നു വണ്ടികൾ എടുക്കാൻ ഇതുണ്ട്, പുതിയ വണ്ടികൾ. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പുള്ളിയായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാവരും വണ്ടീനെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ ഈ ചാനലും സപ്പോർട്ട് ചെയ്യുക. ചാനലിൽ വീഡിയോസ്, നല്ല നല്ല വീഡിയോസ് ബസ്സിൻ്റെ ഉണ്ടാക്കുക. എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വണ്ടിനെയും സപ്പോർട്ട് ചെയ്യുക. അതെ അതെ. ഈ മണ്ണാർക്കാട് ഏരിയയിൽ വേറെ നല്ല ഇതുപോലെ വണ്ടി വർക്ക് ചെയ്ത് ഉണ്ടാവില്ല. നമുക്ക് ഇനിയും പ്ലാനിങ് ഉണ്ട് കൂടുതൽ വണ്ടികൾ ഉള്ളത്. അപ്പോൾ അതൊക്കെ വരും. എവിടെ വർക്ക് ചെയ്യണേ? ഞാനിപ്പോൾ സൗദിയിലാണ്. സൗദിയിൽ ഇപ്പോൾ 1.5 വർഷമായി. മൊത്തത്തിൽ ഇതിൽ 16 വർഷമായി മിഡിൽ ഈസ്റ്റിൽ. അപ്പോൾ അത് UAEയും ഖത്തറും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിയോടൊക്കെ അത്രയും ഒരു ഇഷ്ടമുള്ള ആളാണ്. എപ്പോഴും നമ്മുടെ അടുത്ത് ഇങ്ങനെ ചാറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വണ്ടി എടുക്കുന്ന സമയത്തിന് ആദ്യം ഞാൻ എന്നെ വിളിക്കാന്ന് പറഞ്ഞു അല്ലേ, വണ്ടി എടുക്കും. അങ്ങനെ അത് ഇപ്പം എന്തായാലും ആ ദിവസം വന്നെത്തി. അപ്പം ഇനി ഞാൻ മറ്റേ അദ്ദേഹത്തിന്റെ അളിയനാണല്ലേ ഇത്? ആള് മാനേജർ കൂടിയാണല്ലേ ഈ വണ്ടി മാനേജ് ചെയ്യുന്നത്? അതെ. എന്താ പേര്? ഷിഹാബുദ്ദീൻ. എന്ത് തോന്നുന്നു ഇപ്പം? ഇപ്പൊ എന്താ, വണ്ടിയെല്ലാം വർക്ക് കഴിഞ്ഞ് ഇപ്പൊ എന്തിനാണ് കിട്ടിയത്. നല്ല വർക്കാണ്. വർമാസത്തിനാണ് നമ്മൾ ലൈറ്റ് ആൻഡ് സൗണ്ട് ഒക്കെ ചെയ്തിട്ടുള്ളത്. ബോഡിയാണ് ചെയ്തപ്പോൾ ഇതില്. വണ്ടി ഇനി ഓടി തുടങ്ങണം. നല്ല ട്രിപ്പുകളൊക്കെ ഈ ഭാഗത്തുള്ളവരെല്ലാവരും നമ്മളെ വിളിക്കുക. കോണ്ടാക്ട് നമ്പറെല്ലാം നിങ്ങൾ ഇതിൽ വെച്ച് മറ്റാളെ പരിചയപ്പെട്ട് നമുക്കറിയാം. സൈഫുദ്ദീൻ എപ്പോഴും പറയാറുണ്ട് ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറാണ്. അടിപൊളിയായിട്ട് വണ്ടി ഓടിക്കുന്ന ആളാണ്. അപ്പോൾ യാത്രക്കാർക്ക് ഒരു പേടിയും പേടിക്കാല്ല. ഡ്രൈവറും ഡ്രൈവർ അസിസ്റ്റന്റും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. വലിയ വലിയ വണ്ടികളിൽ പോയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു പേടിയും പേടിക്കണ്ട. ഇനി അവരോട് ചോദിക്കാം. എന്താ നമ്മുടെ ഡ്രൈവർ അദ്ദേഹം ആദ്യം ശരിക്കും ചോദിക്കണ്ടേ, കാരണം ആളാണല്ലോ വണ്ടി കൊണ്ടു നടക്കേണ്ടത്. എന്താ ചേട്ടൻ്റെ പേര്? വിജീഷ് കണ്ണൻ. എവിടെ സ്ഥലം? ഞാൻ ചുങ്കം, കുമരമത്തൂര്. അതെ അല്ലേ, ഈ മണ്ണാർക്കാടല്ലേ? മുന്നേ ഏത് വണ്ടിയാ? ഞാൻ ട്രാവൽസിൽ തന്നെ ആയിരുന്നു. ഏതാ? മറിയ, കൃപാസ്, ബോംബെ, വള്ളവനാട്.
ട്രാവൽസിൽ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നെ ഇവര് വണ്ടി എടുത്തപ്പോൾ ഇത് വണ്ടി എടുത്തപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്താണ്, അങ്ങനെ കണക്റ്റിങ് ആയതാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും ചോദിച്ചു, എടുക്കാം ഓക്കെ അങ്ങനെ വന്ന് അങ്ങനെ കയറിയതാണ്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, വണ്ടി നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും, സപ്പോർട്ടാവും. നന്നായി വരട്ടെ. ഇനി വണ്ടികൾ എടുക്കണ്ടെന്നാണ് ആള് പറഞ്ഞത്. അപ്പം ഇനി എടുക്കട്ടെ അല്ലേ? നമ്മളെ കൊണ്ട് കഴിയണതൊക്കെ നമ്മൾ ചെയ്യും. ആള് നല്ല സപ്പോർട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് അഭിലാഷ്. ആള് കെയർ ടേക്കറാണ് വേണ്ടത്. ആള് നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നോട്ടോ, പിന്നെ താങ്ക്സ് ഉണ്ട്. ഇവിടെ വീടല്ലേ? അല്ല, പാലക്കാട്. പാലക്കാട്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ. എല്ലാവർക്കും നല്ല ആശംസകൾ, എസ്പെഷ്യലി ചേട്ടന്. ഓക്കെ. അപ്പോൾ എന്തായാലും വീഡിയോ വരുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരിക. ഓക്കെ, ശരി. നമ്മൾ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിൽ വന്നപ്പോൾ അവിടെ ഉള്ളിലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സ്ഥിരം മറ്റുള്ള വണ്ടിയിൽ പറയുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ ഇതിലുള്ളത്. അപ്പോൾ വ്യത്യാസമായിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും കൂടുതൽ കിടക്കണേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് അനലോഗായിട്ട് ഡിജിറ്റലായിട്ട് കാണാൻ സാധിക്കും.
അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ചെറിയ സ്റ്റിയറിംഗ് വീലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വന്നേക്കുന്നത്. പിന്നെ ഇപ്പോൾ പുതിയ ഭാരത് ബെൻസിൽ നമ്മുടെ മെഴ്സീസ് ബെൻസിൻ്റെ ഒരു ടൈപ്പ് സ്റ്റിയറിംഗ് വീൽ അറിയാമല്ലോ, അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട് സ്റ്റിയറിംഗ് വീല്. ഇത് പഴയ മോഡൽ സ്റ്റിയറിംഗ് വീലാണ്, ചെറു വണ്ടികൾക്കൊക്കെ കൊടുക്കണം കേട്ടോ. പിന്നെ 6+1 മാനുവൽ ട്രാൻസ്മിഷൻ ആണ് ഇതിൽ വരുന്നത്. ഗിയർ ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ ഭാരത് ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു ക്യാമറ ഇത് കാണാം, ഒരു സ്ക്രീൻ കാണാം, നമുക്ക് റിവേഴ്സ് ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ശരിക്കും ഇതിൽ എടുത്ത് കാണിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ ഏസർ ജിങ്കയുടെ ഒരു മീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫ്രണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഓവറോൾ അതിൻ്റെ ഒരു ലുക്ക് വന്നിട്ടുള്ളത്, ഇങ്ങനെയുണ്ട്. പിന്നെ കൺസോൾ വന്നിട്ടുള്ളത്, ഇവിടെ ഇത്രയും സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാൻ. ഇവിടെ ഒരു ക്യാമറയുണ്ട്, പിന്നെ നെയിം ബോർഡിൻ്റെ ആ സംഭവം അത് കാണണം കേട്ടോ. പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ സ്പീക്കർ കാണാം, സ്പീക്കറിലൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വണ്ടി ഉഷാറാണ് കേട്ടോ, കുറേ സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ നമുക്കെടുത്ത് പറയാനുള്ളത്, ഇവിടെ ഇങ്ങനത്തെ ഒരു രൂപം, എന്തായാലും പേര് ചിലപ്പോൾ ഇതിന് പേരൊക്കെ ഉണ്ടാവും കേട്ടോ, നമുക്ക് പേരറിയില്ല. ഇങ്ങനത്തെ ഒരു സാധനത്തിന് അവിടെ കൊടുത്തേക്കണം, പ്ലേസ് ചെയ്തേക്കണം. ഇഷാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ വണ്ടറുള്ളിൽ പുക അടിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നം ഉണ്ടായി തന്നിട്ട് പുക അടിച്ച് കയറിയിട്ട് ഇപ്പോൾ എന്തായാലും. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ എടുക്കാതിരിക്കുക. അപ്പോൾ ഇതുപോലുള്ള ലൈറ്റിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തൊരു വണ്ടി നമ്മൾ എടുക്കാതെ പോകുന്നത് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനെൻ്റെ അടുത്ത് ആർമാദിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞില്ല വർമാസിൻ്റെ സെറ്റ് വർക്കാണ് ഇത് ചെയ്തേക്കണത്. വർമാസ് എന്നുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കേണ്ട വരെ നെയിം വർമാസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ മറ്റേ അതിൻ്റെ യൂണിറ്റ് പ്രൊസസ്സർ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബസ്സിൻ്റെ ഒരു രീതിയിലാണ് ഇവിടെ ഒരു ഡിസൈൻ കൊടുത്തേക്കണേ. ഒരു സെറ്റിൻ്റെ മാതൃകയിലുള്ളൊരു സംഭവമൊക്കെയാണ് കേട്ടോ ഇതിൽ ഡിസൈൻ ചെയ്തേക്കണത്. നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്, അതിൻ്റെ ഉള്ളിൽ ഓവറോൾ ലുക്ക്. പിന്നെ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഇത്. അതിന് എത്ര ആമ്പ് എത്ര ഉണ്ട് എന്ന് അറിയില്ല. ആ സൈഡിലെ ആമ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ആമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2, 3, 5, 6 ആമ്പൊക്കെ ഉണ്ട് തോന്നുന്നു. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ അധികം നമുക്ക് വലിയ ഇതില്ല. പിന്നെ ഇത് നമ്മൾ ഇറങ്ങണ ആ ഒരു ഏരിയയാണ് കേട്ടോ. അവിടെയൊക്കെ നല്ല ലൈറ്റപ്പ് കൊടുത്തപ്പോൾ ഇപ്പോൾ സന്ധ്യ നേരമായി, ഒരുപാട് ഇരുട്ടി. ഇനി നമുക്ക് വീട് പിടിക്കേണ്ടതാണ്. അപ്പോൾ ഇരിക്കണില്ല. അപ്പോൾ എന്തായാലും നമ്മളൊരു ഈ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരം നിന്ന് തന്നെ. എന്തായാലും വണ്ടി ഉഷാറായിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ നല്ല ടീമാണ് ഇവർ വളർന്നു വരുമ്പോൾ എന്തായാലും നമുക്ക് ഇനിയും ഒരുപാട് ഈ മണ്ണാർക്കാട് നിന്ന് പ്രതീക്ഷിക്കാം. കാരണം എന്താ വെച്ചാൽ നല്ലൊരു വണ്ടി സ്നേഹിയാണ് മൂപ്പര്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തും പ്രതീക്ഷിക്കാം. സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം, എങ്ങനെ ടെമ്പറേച്ചർ എന്ന് അറിയാം. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് റോഡിലേക്ക് ഇറങ്ങി. +1 6 ഗിയറാണ് വരുന്നത്. ഒരു ഓടിക്കാനൊക്കെ നല്ല മജയാണ്. നമ്മള് ജസ്റ്റ് വണ്ടി ഓടിച്ചു നോക്കിയില്ല എന്ന് വേണ്ട, നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി. അപ്പോൾ ചെറിയൊരു ഡ്രൈവറിന് പോകാമെന്ന് വിചാരിച്ചു. റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുക്കുക. എൻ്റെ നല്ല മണ്ണാർക്കാട് റോഡാണ് ഉണ്ടായി കാണുന്നത്. സമയം കുറച്ച് ഇരുട്ടായി, അതിൻ്റെ ഒരു മങ്ങലാണ്. നമ്മുടെ സ്ലീപ്പർ വണ്ടിയിലൊക്കെ ഒരു ചെറിയൊരു ചായ പോലെ തോന്നും നമുക്ക്. കാരണം എന്താണെന്നറിയാം, വേറൊന്നുമല്ല, ഈ സാധനം ഒരു ഇങ്ങനെ സസ്പെൻഷൻ ഉണ്ടല്ലോ, ചെറുതായിട്ടൊരു ഇങ്ങനെ ഒരു ഇളക്കുണ്ട്. അതുകൊണ്ട് മറ്റേ ഒരു സ്ലീപ്പർ വണ്ടി ഓടിക്കുന്ന ഒരു ഫീല്. അപ്പോൾ നമ്മളിതിന് മുന്നേ 10-15 കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബോഡി കെട്ടിയിട്ട് പല മോഡൽ വണ്ടികൾ നമ്മൾ ഓടിക്കുമ്പോഴാണ് ഓരോ വണ്ടിയുടെ രീതി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു രീതി നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിലേ ഇതിൻ്റെ ഈ ടൈപ്പ് വണ്ടി ഓടിച്ചാലേ അറിയാമല്ലോ. ഒരു ബെൻഡ് എടുക്കുകയാണ്, അപ്പോൾ എങ്ങനെയായിട്ട് നോക്കാം. അല്ല, നമുക്ക് കോൺഫിഡൻസ് ഒക്കെ കിട്ടുന്നുണ്ട്.
ഗ്രൂപ്പുകാരുടെ കൂടെ ഒരു ഓണർമാരിക്കില്ല, ഇതിൽ ഓണറുണ്ട് നമ്മുടെ കൂടെ. മൂപ്പർക്ക് ചിലപ്പോൾ ചങ്ക് പണയും, പക്ഷേ നമ്മൾ എൻ്റെ ഒരു എങ്ങനെയുണ്ട് ഇതിൽ പെർഫോമൻസ് ആകാൻ വേണ്ടിയിട്ടൊന്ന് കാലം കൊടുക്കുന്ന തോന്നേണ്ട. എന്തായാലും നല്ല സെറ്റാണ്, നല്ല ഓവർ കോൺഫിഡൻസ് കിട്ടുന്ന വണ്ടിയാണ്. അത്യാവശ്യം നല്ല കാല് കൊടുത്ത് തന്നെയാണ് പോണത്. നമ്മൾ കോൺഫിഡൻസ് ഇല്ല, നമുക്കൊന്നും നോക്കേണ്ട ആവശ്യം വരില്ല. പിന്നെ പുതിയ വണ്ടിയായ ചെറുതായിട്ടൊരു ചെറിയൊരു ബസ് വരുന്നുണ്ട്, ലിങ്ക് ബസ്. ആർപിഎം കയറ്റി ഓടിക്കുന്നതാണ് കേട്ടോ. നമ്മള് കാര്യത്തിന് വേണ്ട, നമ്മൾ ചിലരൊക്കെ ആർപിഎം ഇങ്ങനെ കയറ്റി ഓടിക്കുന്നുണ്ട്. നമ്മൾ മൈലേജ് നിൽക്കാനായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ വണ്ടി ഇങ്ങനെ ആർപിഎത്തിൽ ഇത്ര കയറ്റി ഓടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെ, ഞാനിപ്പോൾ ഒരു ടെസ്റ്റ് എടുക്കണ കാരണം നമ്മൾ അത്ര ആർപിഎത്തിൽ ഇങ്ങനെ പെട്ടെന്ന് എത്ര ഇത് കയറുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആർപിഎം കയറ്റി ഓടിക്കുന്നതാണ്. നമ്മൾ സാധാരണ രീതിയിലൊക്കെ ഇങ്ങനെ ഉണ്ടാവും, ഗിയർ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പതുക്കെ എടുത്ത് ഇങ്ങനെ പോകേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ആരും ഓടിക്കില്ല. ഈ രീതിയിൽ ഇങ്ങനെ പോകാണ്ട് ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് മൈലേജും കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ നേരത്തെ ഓടിച്ച രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ അത് നൈറ്റ് സർവീസ് ബസ്സൊക്കെ ഓടിക്കുന്ന രീതിയാണ്. അത് ആർക്കും ഒന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ മൈലേജ് ഒന്നും നോക്കില്ല. കാരണം വെച്ചാൽ അവർക്ക് നമുക്ക് അവിടെ എത്തുക എന്നുള്ളൊരു രീതി പെരുന്നാൾ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ഞാൻ വണ്ടി ഫ്രണ്ട്സിനെ തിരിച്ചെടുത്തിട്ട് നമുക്ക് വീഡിയോ വേണ്ടിപ്പിക്കാം. ഒരുപാട് ഓടിക്കുന്ന വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ടാവും, കുറേ ഭാഗം കട്ട് ചെയ്ത് കളയും ഞാൻ. അപ്പോൾ വണ്ടിയൊക്കെ ഓടിച്ച് നോക്കി, നല്ല സെറ്റാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുന്നേ ചെയ്ത വണ്ടി പോലെ തന്നെ. അപ്പോൾ ചെറിയൊരു ഡ്രൈവ് പോയി വന്നതാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി ഒരു പുതിയൊരു പ്രസ്ഥാനം അവർ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടിയിൽ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇനിയും പുതിയ പുതിയ വലിയ വണ്ടികളൊക്കെ വരുന്നുണ്ട് അവർക്ക്. ഒരുപാട് വേറെയും കുറേ ഐഡിയാസ് ഉണ്ട്. അപ്പോൾ എല്ലാ ദൈവം സഹായിച്ചെല്ലാം സർവീസിൽ നടത്തി കൊടുക്കട്ടെ. നമ്മുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ട് ആണ് ആൾക്ക് ഈ ഒരു നമ്മുടെ സ്ഥിരം ഒരു സബ്സ്ക്രൈബറാണ്, വ്യൂവറാണ്. അപ്പോൾ ആളുടെ കൂടെ ആളൊരു വണ്ടി എടുത്തിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ കൂടെ നില മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. മാത്രമല്ല ഇവരൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക ഇഷാൻ ഗ്രൂപ്പിനെ. അപ്പോൾ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഒന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനി ശബരിമലക്കാലം കാര്യങ്ങളൊക്കെ അല്ലേ, ഓട്ടം നന്നായിട്ട് കൊടുക്കുക. പിന്നെ പറയാൻ വിട്ടത്, ഒരുപാട് സെറ്റ് വർക്ക് ചെയ്തിട്ടുള്ളൊരു വണ്ടിയാണ്. ട്രിപ്പ് അതുപോലെ തന്നെ ഏത് അടിച്ചുപൊളി ട്രിപ്പിനും പറ്റിയ വണ്ടിയാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.